പകുതി വിലയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടർ, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് തുടങ്ങിയ വാഗ്ദാനം ചെയ്ത് തൊടുപുഴ സ്വദേശി അനന്തുകൃഷ്ണൻ നടത്തിയ തട്ടിപ്പ് 1000 കോടി കടക്കുമെന്നാണ് പോലീസ് നിഗമനം. മൂവാറ്റുപുഴ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത അനന്തുകൃഷ്ണന്റെ ഒറ്റ ബാങ്ക് അക്കൗണ്ടിൽ മാത്രം 4000 കോടി രൂപ കണ്ടെത്തി. ഇതിൽ അവശേഷിക്കുന്നത് 3 കോടി രൂപ മാത്രമാണ്. സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷന്റെ പേരിലായിരുന്നു തട്ടിപ്പ് നടത്തിയത്. 6000 രൂപ വരെ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കിയിരുന്നു. വാങ്ങുന്ന സാധനത്തിന്റെ പകുതി വിലയും മുൻകൂർ നൽകണം. ബാക്കി തുക വൻകിട കമ്പനികളുടെ CSR ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കുമെന്നായിരുന്നു വാഗ്ദാനം. ആദ്യഘട്ടത്തിൽ കുറെ പേർക്ക് സാധനങ്ങൾ നൽകി. ശേഷിക്കുന്നവരുടെ പണമാണ് നഷ്ടമായത്. അനന്തുകൃഷ്ണനെതിരെ കണ്ണൂരിൽ മാത്രം 2000-ഓളം പരാതികളാണ് ഉള്ളത്. കണ്ണൂർ, തളിപ്പറമ്പ്, ശ്രീകണ്ഠാപുരം, മയ്യിൽ, വളപ്പട്ടണം, പയ്യന്നൂർ സ്റ്റേഷനുകളിലാണ് പരാതി ലഭിച്ചിട്ടുള്ളത്. അനന്തുകൃഷ്ണനെതിരെ പരാതികളുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണ്. പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ തുടങ്ങിയവയും പ്രതി വാഗ്ദാനം ചെയ്തിരുന്നു. പണം തിരികെ ചോദിച്ചാൽ ഭീഷണിയെന്നും പരാതിയുണ്ട്. അതേസമയം അനന്തുകൃഷ്ണൻ പ്രതിയായ CSR ഫണ്ട് തട്ടിപ്പിൽ BJP സംസ്ഥാന സമിതി അംഗം KN ഗീതകുമാരി പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരുന്നു. പലതവണയായി 25 ലക്ഷം രൂപ തന്നിൽ നിന്നും തട്ടിയെടുത്തുവെന്നും പണം വാങ്ങിയത് പ്രമീള ദേവിയുടെ PA ആയിരിക്കെ ആണെന്നും അനന്തു നൽകിയ ചെക്ക് മടങ്ങിയതോടെ കോടതിയെ സമീപിച്ചുവെന്നും ഗീതാകുമാരി വെളിപ്പെടുത്തി. എറണാകുളത്ത് മാത്രം 5000 പേരിലേറെയാണ് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നത്. 20 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് സംബന്ധിച്ച് മൂവാറ്റുപുഴയിലും കോതമംഗലത്തുമായി 4 സംഘടനകൾ പരാതി നൽകി. വയനാട്ടിൽ 1200-ഓളം പേർ കബളിപ്പിക്കപ്പെട്ടതായാണ് വിവരം. മാനന്തവാടി താലൂക്കിൽ 200 പേർ പരാതി നൽകി. കണ്ണൂരിൽ ഒരു കേസിൽ 350 പേരാണ് പരാതി നൽകിയിരിക്കുന്നത്. 3 കോടിയാണ് ഇവർക്ക് നഷ്ടം. എന്നാൽ ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് പ്രതിയാണെന്ന് പുറത്തു വന്നിരിക്കുകയാണ്. കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിലാണ് കോൺഗ്രസിന്റെ വനിതാ നേതാവ് പ്രതിയായിരിക്കുന്നത്. അനന്തുകൃഷ്ണൻ ഉൾപ്പെടെ കേസിൽ 7 പ്രതികളുണ്ട്. ലാലി വിൻസെന്റ് 7ാം പ്രതിയാണ്. അതേസമയം CSR ഫണ്ടിന്റെ മറവിൽ അനന്തുകൃഷ്ണൻ നടത്തിയ വൻകിട തട്ടിപ്പുകളിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറും. സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കുന്ന സംഘമാണ് തട്ടിപ്പ് അന്വേഷിക്കുക. കൊച്ചി യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. അനന്തുകൃഷ്ണനെതിരെ പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റുന്നത്. പോലീസ് ആസ്ഥാനത്ത് ലഭിച്ച 6 പരാതികളിലടക്കം അനന്തുകൃഷ്ണനെതിരെ 15 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലക്കാരാണ് തട്ടിപ്പിന് ഇരയായവരിൽ കൂടുതലും. നാഷണൽ NGO ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്റർ ആണെന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ CSR ഫണ്ട് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും വിശ്വസിപ്പിച്ചായിരുന്നു അനന്തുവിന്റെ തട്ടിപ്പ്. സ്വന്തം പേരിൽ വിവിധ കൺസൾട്ടൻസികൾ ഉണ്ടാക്കി അതിന്റെ പേരിലാണ് ഇടപാടുകൾ നടത്തിയത്. എന്നാൽ ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും CSR ഫണ്ട് ലഭ്യമായിട്ടില്ലെന്ന് ചോദ്യം ചെയ്യലിൽ അനന്തു പോലീസിനോട് സമ്മതിച്ചിരുന്നു. രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കാൻ അനന്തുവിന് സാധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ളവരുമായി അനന്തുവെടുത്ത ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചിരുന്നു. ഇതിലൂടെ ജനങ്ങളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റാൻ അനന്തുവിന് സാധിച്ചു. എന്നാൽ നിലവിൽ AN രാധാകൃഷ്ണനും ലാലി വിൻസെന്റും തമ്മിലുള്ള അടുത്ത ബന്ധം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. മറ്റുള്ള ഭരണപ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ അനന്തുവിന്റെ വ്യാജവാക്കുകളിൽ വീണുപോയവരാണ്. ജനങ്ങൾക്ക് ഉപകാരമുള്ള പരിപാടിയാണെന്ന് വിശ്വസിപ്പിച്ചാണ് അനന്തുകൃഷ്ണൻ രാഷ്ട്രീയ നേതാക്കളെ പറ്റിച്ചതും പരിപാടികളുടെ മുഖ്യാതിഥികളായി കൊണ്ടുവന്നതും. നേതാക്കളുടെ മുഖവിറ്റാണ് ഇയാൾ ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റിയത്. മന്ത്രിമാരെത്തുന്ന പരിപാടികളിൽ തേടിപ്പിടിച്ചെത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ് ഇയാൾ വിശ്വസിപ്പിക്കുകയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇയാളുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്.